ഹേ എവരി വൺ, എല്ലാവർക്കും മത്താശൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയിട്ടാണ്. ആ സോറിയാസിസ് പല പേരിലായിരിക്കും നമുക്ക് അറിയപ്പെടുന്നത്. സോറിയാസിസ് എന്ന് അറിയാം, വട്ടച്ചൊറി എന്നറിയപ്പെടുന്നുണ്ട്, പുഴുക്കടി, അങ്ങനെ റിംഗ് വോം, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു അസുഖത്തിൻ്റെ ഒരു എനിക്ക് അത് റിക്കവർ ചെയ്തൊരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ ഒരു അസുഖം ഇപ്പം ഓൾമോസ്റ്റ് കുറച്ച് ആളുകൾക്കെങ്കിലും ഈ ഒരു അസുഖത്തെ പറ്റിയിട്ട് അറിയാമായിരിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പം ഈ ഒരു അസുഖം എനിക്ക് ഒരു വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. ആക്ച്വലി എനിക്ക് ഒരു അസുഖത്തെ പറ്റി കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. ഇതൊരു അസുഖമാണെന്ന് പോലും എനിക്ക് ശരിക്കും അറിയാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ഈ ഒരു അസുഖത്തെ പറ്റിയും ഇതെങ്ങനെയാണ് ഉണ്ടാകുന്ന സാഹചര്യം, ഇതെങ്ങനെ സ്പ്രെഡ് ആകുന്നു, അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഈ ഒരു അസുഖത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. അപ്പം ഈ സോറിയാസിസ്, വട്ടച്ചൊറി, അല്ലെങ്കിൽ പുഴുക്കടി, റിംഗ് വോം, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു അസുഖം ഇപ്പം സുപരിചിതമാണ് എല്ലാവർക്കും. കാരണം എന്താ പറയുക, ലിംഗവ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ എല്ലാവർക്കും തന്നെ വരുന്നൊരു അസുഖങ്ങളിലൊന്നാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന ഡിസീസ് അലർജിക് ഡിസീസസ് ആണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു റൗണ്ട്, അതായത് ഒരു റിങ്ങിൽ വട്ടം പോലെ വന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ സൈഡിലൊക്കെ ഒരു റെഡിഷ് കളറിൽ വന്നിട്ട് എന്താ പറയുക അതിങ്ങനെ സ്പ്രെഡായി അത് റിങ് രീതിയിൽ റൗണ്ടായിട്ട് വരുന്ന അസുഖമാണ് ഇത് സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം നമുക്ക് ആക്ച്വലി വരാനുള്ള സാഹചര്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക വൃത്തിയില്ലായ്മ തന്നെയാണ്. കാരണം നമുക്ക് ഹൈജീൻ കുറയുമ്പോഴാണ് ആക്ച്വലി ഈ ഒരു അസുഖം കൂടുതലായിട്ടും വരാൻ സാധ്യത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാര്യം. കാരണം ഈ ഒരു അസുഖം എനിക്ക് വന്നിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. ഒരു വർഷമായിട്ട് ഞാൻ ഈ അസുഖത്തിൽ നിൻ്റെ എന്താ പറയുക ഭീകരമായ ഒരവസ്ഥയിൽ കൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു അസുഖം രൂക്ഷമാകുമെന്ന് മനസ്സിലായതും എനിക്ക് എന്താ പറയുക മനസ്സിലായത് ഈ ഒരു വർഷം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ അസുഖങ്ങൾ എവിടെയൊക്കെ വരാമെന്നുള്ളത്, നമുക്ക് ശരീരത്തിന് ഏതൊക്കെ പാർട്സിലാണ് കൂടുതലായിട്ടും വരുന്നത് എന്ന് ഞാൻ ആദ്യമായിട്ട് പറയാം. നമുക്ക് ഈ അസുഖം വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ ഹൈജീനാണ്. നമുക്ക് ഹൈജീൻ ഇല്ലാതെ വരുമ്പോഴാണ്. കാരണം നമ്മൾ രണ്ടു നേരം കുളിക്കുക, പ്രോപ്പറായിട്ട് എന്താ പറയുക എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു അസുഖം ഉണ്ടായിട്ട് എന്താ പറയുക എങ്ങനെയാണ് ഇത് വരാനുള്ള സാഹചര്യം നമ്മൾ ചിന്തിക്കും. നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൂടുതലായിട്ട് വിയർക്കുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. നമുക്ക് സ്വെറ്റ് പ്രത്യേകിച്ച് നല്ല രീതിയിൽ വിയർക്കുകയും പ്രത്യേകിച്ച് ശരീരമൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം ഫാറ്റി ആയിട്ടുള്ള ആളുകൾ, കുറച്ച് തടിയൊക്കെ ആളുകളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു അസുഖം വരാം. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് സ്വെറ്റ്, നമ്മൾ വിയർപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം, പ്രത്യേകിച്ച് ഈ സോറിയാസിസ് അസുഖമുള്ളവർ. കാരണം നമ്മൾക്ക് എപ്പോഴും ഡ്രൈ ആക്കി വെക്കാൻ, ആ ഏരിയാസ് ഡ്രൈ ആക്കി വെക്കാൻ നമുക്ക് ശ്രമിക്കണം. ഈ ഒരു വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആയി പോകുമായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഒരു അസുഖം ആർക്കും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് വരാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞ പോലെ വൃത്തിയില്ലായ്മ, അതുപോലെ നമ്മളുടെ ക്ലോത്ത് മറ്റുള്ളവർക്ക് ഇടാനും ഒക്കെ കൊടുക്കുകയും മറ്റുള്ളവരുടെ ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ കുളിച്ചിട്ട് എന്താ പറയുക തോർത്ത് മറ്റുള്ളവരുടെ ഉപയോഗിക്കുന്നത് ഒക്കെ, അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ ഈ ഒരു അസുഖം നമ്മളിലേക്ക് എത്താൻ പല കാരണങ്ങളാണുള്ളത്. നമുക്ക് കൂടുതലായിട്ടും വരുന്ന ഏരിയകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർ ആംസ്, നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസ്, സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ബ്രസ്റ്റിൻ്റെ അവിടെ, പിന്നെ നമ്മളുടെ ബട്ടക്സ്, ആ ഏരിയാസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു സോറിയാസിസ് കണ്ടുവരുന്നത്. പക്ഷേ നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കിത് പതിയെ നമുക്ക് സ്പ്രെഡായി ശരീരം ഫുള്ളും ബോഡി, ഫേസ് എല്ലാം ആകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എനിക്ക് വന്ന സാഹചര്യങ്ങളും എനിക്കുണ്ടായ ഏരിയകൾ, അതായത് എനിക്ക് ഉണ്ടായത് ഫേസിലും കുറേയൊക്കെ സ്പ്രെഡായിട്ടുണ്ടായത്. അതിന് 2-3 ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു അസുഖത്തിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്ന് പറയുന്നത്. കാരണം വളരെ ഒരു ഭീകരാവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്ന ഒരു അസുഖം തന്നെയാണ്. നമുക്ക് ഈ ഒരു സോറിയാസിസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക്
ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ പോലെ ഹൈജീൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നല്ല രീതിയിൽ വ്യക്തിശുചിത്വം പാലിക്കുക, മറ്റുള്ളവർക്ക് നമ്മുടെ ക്ലോത്തോ തോർത്തോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക, എക്സ്പെഷ്യലി നമ്മുടെ ബെഡ് പോലും ഷെയർ ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. കാരണം അസുഖമുള്ളവരാണ് മറ്റൊരാളിലേക്ക് എത്തിക്കാതിരിക്കുക ശ്രദ്ധിക്കുക. അതുപോലെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യുക, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ബെറ്റർ അത് തന്നെയാണ്, ആദ്യം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. കാരണം നമുക്ക് സാധാരണ ഈ ഒരു അസുഖം വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഏരിയയിലൊക്കെയാണ് ഈ ഒരു അസുഖം വരുന്നതെങ്കിൽ നമുക്കൊരു വളരെ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ. വീട്ടിലുള്ളവരോട് പോലും ഷെയർ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എവിടെയാണ് ഈ ഒരു അസുഖം ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മെഡിക്കൽ ഷോപ്പിൽ പോവുകയും ഒരു എന്താ പറയുക ഒരു ക്രീം അല്ലെങ്കിൽ എന്തൊരു ഓയിൻമെൻറ്റ്സ് വാങ്ങിയത്, സാധാരണമായിട്ട് സ്റ്റിറോയിഡ്സ് ഉള്ള ഓയിൻമെൻറ്റ്സ് ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്, അത് വാങ്ങി ഉപയോഗിച്ച് നമുക്കിത് കളയുകയാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു അസുഖം നമ്മളിൽ ഒരുപാട് നാൾ നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ബെറ്ററായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. എപ്പോഴും വെള്ളം നല്ല നേരത്തിൽ കുടിക്കുക, നല്ല രീതിയിൽ വാട്ടർ കുടിക്കുക, അതുപോലെ നല്ല രീതിയിൽ കുളിക്കുക, 2 നേരം നല്ല രീതിയിൽ കുളിക്കുക. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലേക്കും ഹെയർ ഷോർട്ട് ചെയ്ത് നിർത്തുകയോ അല്ലെങ്കിൽ ഷേവ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇതുള്ളത് തന്നെ ഞാൻ പറഞ്ഞത്, നല്ല രീതിയിലുള്ള ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ചൂടാകുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളൊന്നും തന്നെ കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ചിക്കൻ, എന്താ പറയുക ശരീരത്തിന് ചൂട് തരുന്ന അതുപോലെയുള്ള ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള കേർഡ് പോലുള്ള അല്ലെങ്കിൽ വാട്ടർമെലൺ പോലുള്ള ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നോൺ വെജ് ഐറ്റംസ്, അല്ലെങ്കിൽ ചൂടായിട്ട് നമുക്ക് ശരീരത്തിൽ ഹീറ്റ് തരുന്ന രീതിയിലുള്ള എന്താ പറയുക ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കി ശരീരം ഹൈഡ്രേറ്റ് വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ സ്വെറ്റ് കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള നമുക്ക് എന്താ പറയുക ഈ കുറേ പൗഡേഴ്സൊക്കെ കിട്ടും നമ്മുടെ എന്താ പറയുക മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ആ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്ത് അവിടെ മാക്സിമം ഡ്രൈ ആക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു അസുഖം വന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളിൽ ഞാൻ വന്ന മാറ്റങ്ങൾ വരുത്തിയപ്പോഴാണ് ഈ അസുഖം പോയത് എന്നുള്ളതാണ് ഞാൻ ഇനിയും പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമതായി ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ആദ്യം തന്നെ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയാണ് കൺസൾട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കുറേ നാൾ അത്യാവശ്യം സ്പ്രെഡ് ആയതിനു ശേഷമാണ് ഞാൻ കൺസൾട്ട് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഡോക്ടറെ കണ്ട് ഡോക്ടർ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു, അതിനുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറേ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മൾക്ക് ഈ ഒരു അസുഖം ഉള്ളപ്പോൾ നമ്മൾ എന്താ പറയുക ചൂടുവെള്ളത്തിലുള്ള കുളി മാക്സിമം നമ്മൾ ഒഴിവാക്കുക. മാക്സിമം തണുത്ത വെള്ളത്തിൽ മാത്രം കുളിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ വളരെ അതികഠിനമായ ചൊറിച്ചിലും ഇറിറ്റേഷനുമാണ് നമുക്കുള്ളത്. മാക്സിമം ഈ അസുഖമുള്ളവർ തനിയാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു മുണ്ടൊക്കെ മാത്രം എടുത്ത് രാത്രി കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ഡോക്ടർ തരുന്ന മെഡിസിൻസ് എന്താ പറയുക കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കഠിനമായ ചൊറിച്ചിലിനൊരു പ്രതിവിധിയാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ടീ ട്രീ ഓയിലിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ഓയിൽ വളരെ നല്ലതാണ് ഇതിൻ്റെ ചൊറിച്ചിൽ പോകാനും ഇതിൻ്റെ ഇറിറ്റേഷൻസ് കുറയാനും വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ കൂടുതൽ ശ്രമിക്കുക. നോൺ വെജ് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ മാക്സിമം തന്നെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഒരു അസുഖത്തെ ഒരു പരിധിവരെ കുറച്ച് നിർത്താൻ സാധിക്കും. പിന്നെ നല്ല രീതിയിൽ നല്ലതായിട്ട് ചൊറിയുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഒരു കോട്ടൺ ക്ലോത്ത് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, അതായത് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഏരിയ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് നല്ല ചൊറിച്ചിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ക്ലോത്ത് പിന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ സ്റ്റൗവിലോ അടുപ്പിലോ വെച്ചിട്ട് അത് തിളപ്പിക്കുക. നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ അടുക്കളൊക്കെ പോയതിനു ശേഷം ഡെറ്റോൾ വെള്ളത്തിൽ വാഷ് ചെയ്യുക. അത് ഡയറക്റ്റ് വെയിലിട്ട് ഉണക്കിയിട്ട് യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. കാരണം ഈ ഒരു അസുഖം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ട ഒരു അസുഖമാണ്. അത് എനിക്ക് എൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലായി ഒരു അസുഖത്തിന് ഭീകരത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം മറ്റൊരാൾക്ക് വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇത് നമ്മളിൽ ഉണ്ടാവും ഈ ഒരു അസുഖം. അപ്പോൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ ഒരു അസുഖം ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഒരു അസുഖമായിരിക്കാം. നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ഇത് വളരെ രീതിയിൽ വേഗത്തിൽ തന്നെ സ്പ്രെഡായി അതുപോലെ മറ്റുള്ളവർക്കും ഇത് എന്താ പറയുക ഇത് എളുപ്പത്തിൽ സ്പ്രെഡായി പകരാൻ വളരെ സാധ്യത കൂടുതലുള്ള അസുഖമാണ്. നമ്മളിപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലും ഞാൻ പറഞ്ഞ പോലെ സ്വെറ്റ് കൂടുതലായിട്ടിരിക്കുന്ന ഏരിയാസിലായിരിക്കും ഇത് എന്താ പറയുക ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു അശ്രദ്ധ എന്ന് പറയുന്നത് നമ്മളപ്പോൾ വിചാരിക്കും എന്താ ആരും കാണുന്നില്ലല്ലോ എന്നുള്ളത്.
പക്ഷേ ആ ഏരിയയിൽ നിന്നും മനുഷ്യർക്ക് വിസിബിൾ ആയിട്ടുള്ള നമ്മളുടെ കൈ ഫേസിലോട്ടൊക്കെ ഇത് സ്പ്രെഡായി വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. പിന്നെ നമുക്ക് പുറത്ത് പോലും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. എനിക്കാണ് ഒരുപാട് ചോദ്യങ്ങളുണ്ടായി, ഇത് എന്താണ് അസുഖം. നമുക്ക് ഈ ഒരു അസുഖത്തെ പറ്റി ആക്ച്വലി പറയാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻസ് നമുക്കുണ്ടായിട്ടുണ്ട്. ഈ ഒരു അസുഖം ഇതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഡിസീസസ് പല ടൈപ്പ്, ഈ റിംഗ് വോമിൻ്റെ അല്ലെങ്കിൽ സോറിയാസിസിൻ്റെ പല ടൈപ്പ് വേരിയേഷൻസ് ഒക്കെ നമ്മുടെ ഹെഡ്, നമ്മുടെ ഹെയർ, അങ്ങനെ പല ഏരിയസിൽ വരുന്ന പല അസുഖങ്ങളുടെ വേരിയേഷൻ നമുക്കുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അസുഖമുള്ളവരൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഈ അസുഖമുള്ളവർ മെയിനായിട്ട് എന്താ പറയുക, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അല്ലാണ്ട് ഒരു സാധാ അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാനേ പാടില്ല. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തെ ഇപ്പോൾ എന്താ പറയുക, അസുഖമുള്ളവരും ഈ അസുഖമുള്ളതായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അവർക്ക്. അതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഹെൽത്തി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ, അടുത്ത പ്രാവശ്യം കാണുന്നതും വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.